ഹേ ട്രേഡേഴ്സ്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഓർഡർ ബുക്ക് കണ്ടിട്ട് എൻട്രി എടുത്ത് SL കിട്ടിയിട്ടുണ്ടോ? ലിക്വിഡിറ്റി ഇപ്പോൾ എൻട്രി എടുത്തു, കോൺഫിഡൻ്റ് ആയി എൻട്രി എടുത്തു, പക്ഷേ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി ലോസ് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലാൻ ആണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ട് SL കിട്ടിയതെന്ന്. ചില ഓർഡർ ബുക്കിനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാപ്പ് ഓർഡർ ബുക്ക് ആക്കിയാണ് കണക്കാക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ സ്മാർട്ട് മണി എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് ഗെയിം പ്ലാൻ തുടങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു സ്ട്രാറ്റജി അല്ല, ഇതൊരു വാറാണ്. നിങ്ങൾ റീറ്റെയിലർ ആണോ അല്ലെങ്കിൽ സ്മാർട്ട് മണിയിലാണോ എന്നറിയാൻ റെഡിയാണോ? വെൽക്കം ടു ദ ഹിഡൻ ട്രൂത്ത് ഓഫ് ദ മാർക്കറ്റ്, ICT ബ്രേക്കർ ബ്ലോക്ക് മലയാളം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നോർമൽ ഓർഡർ ബുക്ക് പ്രൈസ് ഫെയിൽ ആക്കിയതിന് ശേഷം പ്രൈസ് താഴെ പോയി വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ആ ഓർഡർ ബുക്കിൽ തന്നെ മിറ്റിഗേറ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് തന്നെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതേമാതിരി ഇവിടെ ഒരു ഓർഡർ ബുക്ക് ഉണ്ട്, ഒരു ലിക്വിഡിറ്റി സീപ്പ് MSSും IDXും എല്ലാം കിട്ടിയ ഒരു ഓർഡർ ബുക്കാണിത്. ഈ ഓർഡർ ബുക്ക് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തു, പിന്നെയും ഇവിടെ താഴോട്ട് പോയി, പിന്നെയും ഈ ഓർഡർ ബുക്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെയാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഓർഡർ ബ്ലോക്ക് ഫെയിലായ ബ്രേക്കർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഒരു ഷോർട്ട് പൊസിഷൻ ഇവിടുന്ന് എടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഈ ബ്രേക്കർ ബ്ലോക്ക്, ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഇവിടെ നമുക്ക് SLും താഴത്തെ ലിക്വിഡിറ്റിയിൽ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഇങ്ങനെ സിമ്പിളാണ്. ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്നതിനെയാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവാൻ കാരണം സപ്ലൈ ഡിമാൻഡ് നോക്കിയാണ്ട് ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പിന്നെ ERL റേഞ്ചും IRL റേഞ്ചും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടുമാണ്. ഫെയിലായ ഓർഡർ ബ്ലോക്ക് റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യുന്നതിനെയാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് അറിയപ്പെടുന്നത്. നമുക്കിനി റിയൽ ചാർട്ട് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഇവിടെ ഈ റിയൽ ചാർട്ട് എക്സാമ്പിൾ ഇവിടെ ഫെയിലായ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫെയിലായി ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന ഒരു ഓർഡർ ബ്ലോക്ക്. പിന്നെ ഒരു FEG ഉണ്ട്. ഓർഡർ ബ്ലോക്കും FEGയോട് കൂടിയാണ് ഇത് ഫെയിലായത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ബ്രേക്കർ ബ്ലോക്ക്, അപ്പം ഇതിനെ ബ്രേക്കർ ബ്ലോക്കാക്കി മാറ്റാവുന്നതാണ് നമുക്ക്. പിന്നെ ഇവിടെ ഒരു കറക്റ്റ് ലിക്വിഡിറ്റി സീപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഓർഡർ ബ്ലോക്കിന്. എല്ലാവരും ആ ഓർഡർ ബ്ലോക്കിൽ തട്ടി മാർക്കറ്റ് അപ്പാവുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ മാർക്കറ്റ് ഡൗൺ ആയി, ഒരു FEGയോട് കൂടി തന്നെ ബ്രേക്കായി. നമുക്ക് ആ ഓർഡർ ബുക്ക് വാലിഡ് ഓർഡർ ബുക്ക് എന്ന് പറയാനും വേണ്ടി ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ കിട്ടിയിരിക്കണം. എന്നിട്ടും മാർക്കറ്റ് ഡൗൺ ആയി, ഓർഡർ ബുക്ക് ഫെയിലായി. ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും അല്ലേ? ഇത് അവിടെ എല്ലാം അടയാളപ്പെടുത്തിക്കണ്, ലിക്വിഡിറ്റി സീപ്പും അടയാളപ്പെടുത്തിക്കണ്, BOSും അടയാളപ്പെടുത്തിക്കണ്, ഓർഡർ ബുക്കും അടയാളപ്പെടുത്തിക്കണം. പക്ഷേ ആ ഓർഡർ ബുക്ക് ഫെയിലായതും അടയാളപ്പെടുത്തിക്കണം. ഇതിനെ ഇനി ബ്രേക്കർ ബ്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്കർ ബ്ലോക്ക് എന്ന് അടയാളപ്പെടുത്താം. ബ്രേക്കർ ബ്ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ഈ ബ്രേക്കർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് ഡൗണിലോട്ട് ഒരു എൻട്രി എടുക്കും. കാരണം ബയാസ് ഡൗണിലോട്ടാണ്. കാരണം ഡൗണിൽ കുറേ ലിക്വിഡിറ്റി ഇനി എടുക്കാനുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിന് ഡൗൺ ട്രെൻഡിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഈ ബ്രേക്കർ ബ്ലോക്കിലേക്ക് വന്നാൽ നമുക്കിനി ഡൗണിലോട്ടൊരു എൻട്രി നോക്കാവുന്നതാണ്. നമുക്ക് ബ്രേക്കർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരുമോ എന്ന് നോക്കാം. ബ്രേക്കർ ബ്ലോക്കും പ്ലസ് FEGയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഡൗണിലോട്ടൊരു എൻട്രി നോക്കാവുന്നതാണ്. ഇവിടെ രണ്ടും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡൗണിലോട്ട് നല്ല കൺഫർമേഷനിൽ തന്നെ നല്ല പ്രോബബിലിറ്റി ഉണ്ട് ഡൗണിലോട്ട് പോകാൻ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു എൻട്രി നോക്കാവുന്നതാണ്. ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG ഇത് രണ്ടും ഉള്ള ICT സ്ട്രാറ്റജിയിലുള്ള ഒരു ആപ്പ് സെറ്റപ്പ് എൻട്രി നമുക്ക് നോക്കാം. ഇവിടുന്ന് എന്തായാലും നമുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫിബ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് സപ്ലൈ ഡിമാൻഡും കൂടെ കണ്ടെത്താൻ നമുക്ക് ഇതൊരു സപ്ലൈ സോണിലാണെങ്കിൽ 0.5 ഏരിയയിലാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് കൺഫർമേഷനിൽ തന്നെ നല്ല ആപ്പ് സെറ്റപ്പ് എൻട്രി കിട്ടാവുന്നതാണ്. അത് നോക്കിയപ്പോൾ ഏകദേശം 0.5 ആ ഏരിയ തന്നെയാണ്, ഇക്വിലിബ്രിയം റേഞ്ചിൽ തന്നെയാണ്. അതിൻ്റെ മുകളിലോട്ട് സപ്ലൈ സോണാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമുക്ക് 0.5 ആ ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു FEGയും ബ്രേക്കർ ബ്ലോക്കും ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ FEGയുടെ മുകളിൽ നമുക്ക് SLും ടാർഗറ്റ് നമുക്ക് 50 മിനിറ്റിലും 5 മിനിറ്റിലും FEGയിലേക്ക് വെക്കാവുന്നതാണ്. ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി FEGയിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കാണിച്ചു തരാം. FEG ഈ FEG വരെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഏകദേശം ഇതുവരെ മാർക്കറ്റ് എന്തായാലും മൂവ് ആകാൻ പ്രോബബിലിറ്റി കൂടുതലാണ്. 1:3 റേഷ്യോയിൽ തന്നെ നമുക്ക് ടാർഗറ്റ് കിട്ടാവുന്നതുമാണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ബ്രേക്കർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരുമോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻട്രി പ്ലേസ് ആവും. നമ്മുടെ എൻട്രി ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവുമെന്ന് നോക്കാം. ഇവിടെ FEGയിൽ നിന്ന് പോയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റിലാണ് മാർക്കറ്റ് പോകുന്നത്. ഇവിടെ ഒരു FEG പിന്നെ ഡൗൺ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പിന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്രേക്കർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ബ്രേക്കർ ബ്ലോക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് പറയാം. സ്മാർട്ട് മണി വേൾഡിൽ എവരി SL ഹിറ്റ് ഈസ് നോട്ട് യുവർ ഫെയിലിയർ, ഇറ്റ്സ് എ ലിസൺ, എ ക്ലൂ, എ പസൽ പീസ്.
നിങ്ങൾ കണ്ടത് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു, ബട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടത് ബ്രേക്കർ ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് പ്രൈസ് SL പിടിച്ച് റിവേഴ്സലായത്. ഇനി മുന്നോട്ട് പോയാൽ ഡോണ്ട് ജസ്റ്റ് മാർക്ക് ഓർഡർ ബോക്സ്, റീഡ് ദ സ്റ്റോറി, സ്പോട്ട് ദ ട്രാപ്പ്, അണ്ടർസ്റ്റാൻഡ് ദ വൈ ബിഹൈൻഡ് എവരി റിവേഴ്സൽ. ഇത് പറയുന്നത് കഴിഞ്ഞിട്ട് ഒരു സമയം വരും, ജീവിതത്തിൽ ഒരു മാസീവ് ടേണിംഗ് പോയിന്റ് ആയി ബ്രേക്കർ ബ്ലോക്ക് മാത്രമല്ല, നീ തന്നെ ബ്രേക്ക് ആകുന്ന ഒരു ബ്ലോക്ക് ആയിരിക്കും. സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ ഡിസിപ്ലിൻഡ്, ട്രസ്റ്റ് യുവർ ബാക്ക് ടെസ്റ്റിംഗ് ആൻഡ് ആൾവേസ് റിമെമ്പർ, പ്രൈസ് ആൾവേസ് ടെൽസ് ദ ട്രൂത്ത് ബട്ട് ഓൺലി ദ പേഷ്യന്റ് ലിസണർ ഹിയർസ് ഇറ്റ്. Catch you in the next video with the next level of smart money truth. Unitily then may Allah guide you, trades and protect your capital. Peace. Okay, thank you. Bye.